പ്രഖ്യാപനത്തിനായി എത്രയെന്ന് വെച്ച് കാത്തു നിൽക്കും? അത് കഴിഞ്ഞു വേണം ബാക്കി മന്ത്രിമാർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ. കാത്തുനിന്ന് ബോറടിച്ചപ്പോൾ മന്ത്രി എന്ന തരത്തിൽ മാണി സി കാപ്പൻ അഭിവാദ്യം അർപ്പിച്ച ഫ്ലക്സ് പാലാ മേലുകാവിലാണ് പ്രചാരണ ബോർഡ് വെച്ചിട്ടുള്ളത്. നിയുക്ത മന്ത്രി മാണി സി കാപ്പൻ അഭിവാദ്യങ്ങൾ എന്നാണ് ഉള്ളടക്കം. UDF മേലുകാവ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഈ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെറൈറ്റി ഫ്ലക്സുകൾ ഇനിയുമുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഫ്ലക്സുകളിൽ നിൽക്കുമ്പോൾ മറ്റു ചില ഫ്ലക്സുകൾ കൂടി. ഇപ്പൊ കണ്ട മാണി സി കാപ്പന്റേത് ഒന്ന്, മറ്റൊന്ന് കാണിക്കാം. കടകംപള്ളി സുരേന്ദ്രനെതിരെ തിരുവനന്തപുരം കുളത്തൂർ ജംഗ്ഷനിൽ ഉയർന്ന ഫ്ലക്സ് ബോർഡാണത്. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്നാണ് ഫ്ലക്സിലെ വാചകം. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹന്റെ ചിത്രവും ബോർഡിലുണ്ട്. കുളത്തൂർ സഖാക്കളുടെ പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ്. ഒരു ഫ്ലക്സ് വിശേഷം കൂടെ പറയാം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അനുഭാവം പ്രകടിപ്പിക്കാനും മാത്രമല്ല ഫ്ലക്സ്, അത്യാവശ്യം കുത്തിത്തിരിപ്പിനും ഈ ഫ്ലക്സ് ഉപയോഗിക്കാം. തൃശൂർ വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലക്സ് വെച്ച CPM പ്രവർത്തകന്റേതായി പുറത്തുവന്ന ശബ്ദ സന്ദേശം അതിന് തെളിവാണ്. കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാനാണ് ഫ്ലക്സ് വെച്ചതെന്നാണ് വിശദീകരണം. അവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞില്ലെന്നും ഫ്ലക്സ് വെച്ച CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് അരവശ്ശേരി പറയുന്നു. ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ എതിരുള്ള ഒരു പാർട്ടിയുടെ ആൾക്കാരുടെ ബോർഡാണ് വെച്ചിട്ടുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെ. ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വാടാനപ്പള്ളിയിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി, പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. വാടാനപ്പള്ളി നേതാക്കന്മാർക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത്ര തരം തന്ന കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. ഞാനൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. ഇത് അറക്കൽ മൊബൈൽ ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ക്യാമറ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ധൈര്യത്തിലാണ് അവിടെ സാധനം വെച്ചത്, മനസ്സിലായ. പിന്നെ ആർക്കെങ്കിലും ചൊറിയാൻ നിർബന്ധം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് സംസാരിക്കുക, ഈ ഗ്രൂപ്പിൽ സംസാരിക്കാതെ. നിഷ്കളങ്കമായ ഒരു കുത്തിത്തിരിപ്പ്. അതേസമയം CPM ഗൂഢാലോചന പുറത്തായെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ഫ്ലക്സ് കീറിയത് ഇടതുപക്ഷ സർക്കാർ ആയിരിക്കുമെന്ന ചാണ്ടി ഉമ്മന്റെ നിലപാട് ശരിയായിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംസ്ഥാനത്തുടനീളം CPM ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാതെ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി നേതൃത്വം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പാർട്ടിയുടെ നേതൃത്വം ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്.